ചെങ്കടലിൻ്റെ മുൻപിൽ നീ പതറുവതോ മനമേ, ചെങ്കടലിൻ്റെ മുൻപിൽ നീ പതറുവതോ മനമേ, ചെങ്കടൽ മീതെ കൈനീട്ടി നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. ചെങ്കടൽ മീതെ കൈനീട്ടി നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. കൈകൾ ഉയർത്തി തപ്പുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിങ്ങൾ ജോലിക്ക് വേണ്ടിയും വീടിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുമാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ബാക്കിയെല്ലാം ദൈവം ചേർത്ത് നൽകും. ഉടമ്പടി എന്ന് പറയണത് ദൈവത്തിൻ്റെ ഒരു മഹാ ഉടമ്പടിയുണ്ട്. അതിൻ്റെ പ്രോമിസ് എല്ലാം സാക്ഷാത്കരിക്കപ്പെടും. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. നിത്യത വരെയാണ് ഇതിൻ്റെ ഗുണം ചെയ്യാൻ പോണത്. ഒരു പക്ഷേ ഇതിനൊക്കെ വലിയൊരു പ്രാർത്ഥന ഇനി നമുക്ക് കിട്ടാനില്ല. അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പേരിൽ നൽകിയ സ്വയംദാനമാണിത്. ശരിക്കും അത് അറിഞ്ഞു വേണം എൻ്റെ മക്കൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാനും ഉടമ്പടി പ്രാർത്ഥന ചെല്ലാനും. ചില അച്ഛന്മാരൊക്കെ ചോദിക്കും എന്നോട്, എന്തിനാ നീലത്തിരി, കളർ വ്യത്യാസം എന്താ, എന്തിനാ പച്ചത്തിരി എന്നൊക്കെ. ഒരു തിരി പോരെ? ഞാൻ പറഞ്ഞു അല്ല, അത് ഉടമ്പടി തിരിയാ. നീലത്തിരി എന്ന് പറയുന്നത് വാഗ്ദാന പേടകം മൂടിയിരുന്നത് മോസസിനോട് ദൈവം പറഞ്ഞു കൊടുത്ത കളറാണ്. എന്താണ്? നീല ലിനം കൊണ്ട് നീ വാഗ്ദാന പേടകം മൂടണം. പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിൽ 10 കൽപ്പനക വചനത്തിലിരിക്കുമ്പോൾ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം അമ്മയാണ്. അമ്മയുടെ ഉദരത്തിലെ വചനം ഇരിക്കുന്ന മാംസമായാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് നീല മേലങ്കിയിട്ടിരിക്കുന്നത്. അമ്മ വാഗ്ദാന പേടകമായതുകൊണ്ടാണ് ദാവീദിൻ്റെ കോട്ടയെ സ്വർണ്ണാരമേ വാഗ്ദാന പേടകമേ. പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിൽ വചനം കൽപ്പലകയായിട്ടിരിക്കുമ്പോൾ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിൽ കന്യഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്ന വാഗ്ദാന പേടകത്തിൽ ദൈവം നമ്മോട് കൂടെ അർത്ഥമുണ്ട്. ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുമ്പോൾ അമ്മ വാഗ്ദാന പേടകമാകുമ്പോൾ ആ വാഗ്ദാന പേടകത്തിൻ്റെ നിറവെന്താണ്? നീല. അതാണ് അമ്മയ്ക്ക് നീല മേലെങ്കിൽ അമ്മയ്ക്ക് ചാർത്തി കൊടുക്കുന്ന കാര്യം അമ്മ വാഗ്ദാന പേടകമായതുകൊണ്ടാണ്. പിന്നെ എന്താണ് തിരി? പച്ചയെന്ന് പറയുന്നത് എന്താ കാര്യം? പച്ചയെന്ന് പറയുമ്പോൾ നോഹയുടെ കാലത്ത് എല്ലാ സമ്പൽ സമൃദ്ധിയും നശിച്ച് പ്രളയം കയറി മുടിഞ്ഞ് ചീഞ്ഞു പോയൊരു കാലമുണ്ട്. നോഹ വിശ്വസ്തനായ ദൈവത്തിന് നിന്ന കാരണം നോഹയ്ക്ക് ഉടമ്പടി പ്രകാരം കൊടുത്ത വാഗ്ദാനമാണ് ഐ വിൽ ഗിവ് യു എ ഗ്രീനറി എർത്ത്. പച്ച പുതച്ചൊരു ഭൂമി ഞാൻ നിനക്ക് വാഗ്ദാനമായി തരും. നിൻ്റെ സമ്പൽ സമൃദ്ധി നിനക്ക് ഉണ്ടാക്കും. നിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെ ഞാൻ അഭിവൃദ്ധിപ്പെടുത്തും. ഐ വിൽ ഗിവ് യു എ ഗ്രീനറി എർത്ത്. 6:9 ഉൽപ്പത്തി പുസ്തകം. അതാണ് തിരി പച്ച വെച്ചിരിക്കുന്നത്. പച്ച തിരി കത്തിക്കുമ്പോൾ ഓർക്കണം, കർത്താവിൻ്റെ വാഗ്ദാനത്തിന് നിറമാണ് പച്ച ചെയ്ത് കൈ അടിച്ച് കർത്താവ് അപ്പേ പരിശുദ്ധ ദൈവമാതാവേ, പ്രഭാതത്തിൽ നീലത്തിരി കത്തിച്ച് പ്രത്യക്ഷികളുടെ പ്രാർത്ഥന ചെല്ലുന്ന മക്കള് കഥാവേ, ഉറങ്ങുന്നതിന് മുമ്പ് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പച്ചത്തിരി കത്തിച്ച് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്ന മക്കള് കഥാവയുടെ തിരുസന്നിധിയിൽ അവിടെ നിയോഗങ്ങള് സങ്കടങ്ങൾ സമർപ്പിക്കുന്നു. വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മേ, ഈ മക്കളെ നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ. എൻ്റെ മക്കള് ഉടമ്പടി ഉപ്പ്, ഉടമ്പടി കാശ് രൂപ, ഉടമ്പടി തിരി, ഉടമ്പടി തൈലം, ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ആദ്യം ഹാൻഡ് ബുക്ക് വായിച്ച് നോക്കണം. കാര്യം കർത്താവിൻ്റെ വചനത്തിൽ ഇല്ലാത്ത ഒന്നും ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇത് ഒരു 72 മണിക്കൂറിനുള്ളിൽ കർത്താവ് നൽകിയ വെളിപാടനുസരിച്ചാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ആരോടും ചോദിക്കാതെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച് എഴുതിയതാണ്. അമ്മയോട് ഉടമ്പടി ചെയ്യാൻ, അമ്മ വഴി ഉടമ്പടി ചെയ്യാൻ ആദ്യം ആവശ്യപ്പെട്ടതിന് ശേഷം പിന്നീട് വന്ന സന്ദേശങ്ങളാണിതെല്ലാം. അതനുസരിച്ചാണ് അച്ചുട്ട പോലെ ചെയ്ത് അല്പം പോലും തെറ്റത്തില്ല അത്. അപ്പം എൻ്റെ മക്കളെ ചെയ്യുമ്പോൾ ഈ വിശ്വസ്തത എന്ന് പറയുന്നത് ടെസ്റ്റിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണ്. കാരണം ടെസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷണം. എല്ലാ വിഷയങ്ങൾക്കും അല്ല,
ചില വിഷയങ്ങൾക്ക് പരീക്ഷണമുണ്ട്. കാര്യം അത് വിശ്വസ്തത ടെസ്റ്റ് ചെയ്യണതാണ്. ഇപ്പം ചില വിഷയം, ഇപ്പം പരീക്ഷയുടെ കാലത്ത് എന്താ ചെയ്യേണ്ടത്? കർത്താവ് എന്താ ചെയ്തത്? പരീക്ഷയുടെ സമയത്ത് പ്രാർത്ഥിച്ചു. മരുഭൂമിയിലായാലും ഗെത്സേമനായാലും ഈശോ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പം നിൻ്റെ പ്രാർത്ഥനാ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പരീക്ഷ വെച്ചിരിക്കുന്നത്, അല്ല നിന്നെ വിഷമിപ്പിക്കാനല്ല. പരീക്ഷ ചില കാര്യങ്ങൾ താമസിക്കുമ്പോൾ അത് പരീക്ഷയാണ്. ചില കാര്യങ്ങൾ താമസിക്കുമ്പോൾ അത് പരീക്ഷയാണ്. പരീക്ഷയുടെ ഉദ്ദേശം എന്താണ്? എബ്രഹാത്തിനെ ദൈവം 25 കൊല്ലം പരീക്ഷിച്ചില്ലേ? പുറപ്പാട് ജനതയെ 40 കൊല്ലം പരീക്ഷിച്ചു. കർത്താവിനെ 40 ദിവസം പരീക്ഷിച്ചു. അപ്പോൾ ഇതിനെല്ലാം പരീക്ഷ ഉള്ളതാണ്. വിശ്വസ്തത ടെസ്റ്റ് ചെയ്യണത് പരീക്ഷയിലൂടെയാണ്. എല്ലാ കാര്യത്തിനുമല്ല. 6 കാര്യത്തിനും പരീക്ഷ ഒന്നുമില്ല. അതിനകത്ത് ഒരു കാര്യത്തിൽ ചിലപ്പോൾ പരീക്ഷ ഉണ്ടാകും. പരീക്ഷ വരുമ്പോൾ എന്താ? എൻ്റെ വിശ്വാസത്തിൻ്റെ ലെവലൊക്കെ മാറി, എൻ്റെ എൻ്റെ SSLC മാറി ഞാൻ +2 കയറിയിരിക്കണമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ പരീക്ഷ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ കടക്കാർ ചിലപ്പോൾ വെടിവെച്ച് പോരുമെന്നൊക്കെ പറയും. നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? കൊന്തയെടുത്ത് പ്രാർത്ഥിക്കണം. വില്ലേജ് ഓഫീസർ വന്ന് ജപ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു മരിയൻ തപസ് കൂടി പോയ ഒരു ചേച്ചി ഞാൻ എപ്പോഴും ആ സാക്ഷി ഓർക്കും. അവർ മരിയൻ തപസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴുണ്ട് വില്ലേജ് ഓഫീസർ ജപ്റ്റിന് നോട്ടീസ് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴവർ കാറിക്കുമ്പ് നെഞ്ചട്ടടിച്ചിട്ടൊന്നുമില്ല. അവർ ജപമാല എടുത്തത് ഇങ്ങനെ ആട്ടിക്കാണ്. സാർ ഇത് കണ്ടോ? ഇത് ജപമാലയെന്ന് പറയും. സാറിന് മനസ്സിലാകത്തില്ല. ഈ ജപമാല കൊണ്ട് സാറിനെ കൊണ്ട് ഞാൻ തുറപ്പിക്കുമെന്ന് പറയും. അതെന്താ? ഞാൻ വിശ്വസിക്കണത് വിശ്വസ്തതയുടെ ദൈവത്തിലാണെന്ന്. ദൈവം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വാസം കൊണ്ടും വിശ്വസ്തത കൊണ്ടും ദൈവത്തെ നമ്മൾ ആസ്തിയാക്കുകയാണ്. കൈ അടിച്ച് കിടത്താണ് ഹല്ലേലൂയ. കരകളിയോട്ടിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ജീവിത ദുരിതങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ അഭിഷേകം ചെയ്യണമേ. യേശു കർത്താവ് ജീവിക്കുന്നു. ചേർന്ന് പാടാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. അപ്പോൾ അത് പരീക്ഷയാണ് അല്ലേ? നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ വീട് ജപ്തി വെക്കുന്നത് പരീക്ഷയാണ്. പക്ഷെ നമുക്കൊന്നും പരീക്ഷ ജയിച്ച ആൾക്കാരുടെ അടുത്ത നിലപാടുകളാണ് നമ്മുടെ ആസ്തി. ആ വിശ്വസ്തതയുടെ കാലം ആ സമയത്ത് അയ്യോ കർത്താവ് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ വീട് ജപ്തിയായില്ല എന്ന് പറഞ്ഞാൽ പരാതിയായി. അപ്പോൾ ഉടനെ നീ വിശ്വസ്തയുടെ അനുഗ്രഹം തരാൻ പോവുകയായിരുന്നു. അപ്പോൾ നീ വീണ്ടും പഴയ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ ചെയ്യരുത്. നമുക്ക് മുമ്പോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ടെസ്റ്റ് കഴിയുമ്പോൾ ഓരോ ടെസ്റ്റ് കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? ഇപ്പോൾ വണ്ടിയുടെ ടെസ്റ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കേ. വണ്ടിയുടെ ടെസ്റ്റ് കഴിയുമ്പോൾ ആ ടെസ്റ്റ് കാലത്തൊക്കെ നമുക്ക് ഭയങ്കര കാശ് മുടക്കാം. വരുമാനമില്ല. വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് പെയിൻ്റ് അടിക്കണം, മെക്കാനിക്കൽ വർക്ക് ചെയ്യണം. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഓട്ടമില്ലാത്ത കാരണം കാശ് ഇങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ പലപ്പോഴും ടെസ്റ്റ് കാലത്ത് വരുമാനം ഉണ്ടാകില്ല, കുറവായിരിക്കും. പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടില്ലെന്ന് വരും. പ്രാർത്ഥന വരുമാനം ഉണ്ടാകത്തില്ല. ടെസ്റ്റ് കാലമാണ്. ടെസ്റ്റ് കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ നിൽക്കുന്ന കാലം ടെസ്റ്റ് കാലമാണ്, പരീക്ഷണ കാലമാണ്. അപ്പോൾ ടെസ്റ്റിൻ്റെ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ചിലവ് വരത്തുള്ളൂ, വരവുണ്ടാകത്തില്ല. ചിലവ് വരും. അപ്പോൾ ചിലവ് വരുമ്പോൾ അറിയണം ടെസ്റ്റാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുമ്പോൾ അറിയാൻ ടെസ്റ്റാണ്. ടെസ്റ്റ് വിജയപൂർവ്വം നിങ്ങൾ തരണം ചെയ്യണം. ടെസ്റ്റ് തരണം ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റും. ഇപ്പോൾ വണ്ടിയുടെ ടെസ്റ്റാണെങ്കിൽ എന്താ ചെയ്യണത്? ലൈസൻസ് പുതുക്കും. ലൈസൻസ് പുതുക്കിയ ഇൻഷുറൻസ് പുതുക്കും. അതന്നെ ഇതിൻ്റെ വരണത്. ദൈവമകൻ ദൈവമകളെന്ന് ലൈസൻസ് പുതുക്കും. ടെസ്റ്റിലൂടെ പുതുക്കത്തുള്ളൂ. ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ ദൈവമകൻ എന്നുള്ള നിൻ്റെ ഇൻഷുറൻസ്, നിൻ്റെ പദവി പുതുക്കി തരും. ലൈസൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഗുണം? ഇൻഷുറൻസ് ചെയ്യാം. അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലെങ്കിൽ ഇൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. സംരക്ഷണം. ദൈവം പണ്ടേ ഇൻഷുറൻസ് ഉള്ള ആളാണ്, ഇൻഷുറൻസ് തരുന്ന ആളാണ്. ജോബിന് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം തിരിച്ചു കൊടുത്തു. ജോബിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ജോബിന് മുമ്പ് നേരത്തെ സുരക്ഷിതം ഉണ്ടായിരുന്നു. സാത്താൻ പോലും അത് അംഗീകരിച്ചതാണ്. ജോബിൻ്റെ സമ്പത്തിന് ചുറ്റും വെയിൽ കെട്ടിയിരിക്കണമെന്ന് പറഞ്ഞില്ലേ? അതാ ഇൻഷുറൻസ്. ജോബിൻ്റെ പുസ്തകം 1:10 എന്താണ്? ജോബിൻ്റെ ഇൻഷുറൻസാണ്. നിൻ്റെ സമ്പത്ത് ചുറ്റും ദൈവം വെയിൽ കെട്ടി വെച്ചിരിക്കുകയാണെന്ന്. ആ വെയിൽ ദൈവം പൊളിച്ച് കളഞ്ഞ് ടെസ്റ്റിൻ്റെ ഇതിലിട്ട് കൊടുത്ത് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചെല്ലാം കൊടുത്തു. അപ്പം ഏതെങ്കിലും ടെസ്റ്റ് കഴിയുമ്പോൾ മുമ്പത്തേക്കാൾ ഇരട്ടിയായിട്ടാണ് തിരിച്ചു തരണത്. അപ്പം അതിങ്ങനെ ഉടമ്പടിയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് ലാഗ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയ്ക്കുള്ള സമ്മർദ്ദമാണ്. പ്രാർത്ഥിച്ച് വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുവഴി നിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെ ദൈവം അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നു. ആത്മീയ സാഹചര്യങ്ങളെ അഭിഷേകം ചെയ്യാൻ പോകുന്നു. കൈ അടിച്ചു കർത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പരിശുദ്ധമായ അൾത്താരയിൽ കയറി നിന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി
ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തിയതിന് ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മ മാതാവിനും ആയിരം നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ആശ കുര്യൻ. എൻ്റെ ഇടവക ഇടുക്കി രൂപത നെടുങ്കണ്ടം സെൻറ്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പിൽഗ്രിം ചർച്ചാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ഓഗസ്റ്റ് 20-നാണ്. എൻ്റെ നിയോഗങ്ങൾ എൻ്റെ ഭർത്താവ് ബിനോയ് സെബാസ്റ്റ്യൻ, മോൻ ഏബൽ അൽഫോൺ സെബാസ്റ്റ്യൻ. ഞാൻ 6 നിയോഗങ്ങൾ എൻ്റെ ഉടമ്പടിയിൽ വച്ചിരുന്നു. അതിൽ ഒന്ന് എൻ്റെ ഭർത്താവിൻ്റെ ജോലി കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. 18 വർഷമായി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കോവിഡ് വരികയും പെട്ടെന്ന് ജോലി നഷ്ടമാവുകയും 2022 മുതൽ ജോലിയില്ലാതെ വേറെ പല ജോലികൾക്കും അന്വേഷിക്കുകയും ചെയ്തു. ഓരോ ജോലിക്കും വെക്കുമ്പോഴും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ്, അതായത് സാലറിയുടെ കാര്യം, ഏജിൻ്റെ കാര്യം, എക്സ്പീരിയൻസിൻ്റെ കാര്യം, ഇങ്ങനെ പറഞ്ഞ് പല ആപ്ലിക്കേഷൻസും റിജക്റ്റ് ആവുകയായിരുന്നു. ഇതിനോടിടയ്ക്ക് നമ്മൾ വിദേശത്തേക്കും ജോലിക്കുള്ള കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഏജൻസിയിൽ നമ്മൾ പൈസ കൊടുക്കുകയും ഏജൻസി തട്ടിപ്പായി നമ്മുടെ പൈസ നഷ്ടമാവുകയും ചെയ്തു. ഈ സമയങ്ങളെല്ലാം നമ്മൾ ഉടമ്പടി പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും മുടക്കം കൂടാതെ ചൊല്ലുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്ത് ജോലിയില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിസ്സാര ശമ്പളത്തിന് താൽക്കാലികമായി ഒരു ജോലിക്ക് കയറുകയും ചെയ്തു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം അതിൻ്റെ സമയത്ത് നമുക്ക് വേണ്ടത് തരുമെന്ന് പറയുന്ന പോലെ ഓർക്കാപ്പുറത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് അമ്മ മാതാവ് ഈ കഴിഞ്ഞ ആഴ്ച നവംബർ 11-ാം തീയതി മസ്കറ്റിൽ നിന്നൊരു ഇൻ്റർവ്യൂ വരികയും 11-ാം തീയതി ആ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആവുകയും 14-ാം തീയതി മെഡിക്കൽ എടുക്കാൻ ആവശ്യപ്പെടുകയും മെഡിക്കലിൽ ഫിറ്റ് ആവുകയും ചെയ്തു. 15-ാം തീയതി നമുക്ക് വിസ അടിച്ച് കിട്ടുകയും ചെയ്തു. അതിനുശേഷം 27-ാം തീയതിയിലേക്ക് ടിക്കറ്റും ഓക്കെ ആയി. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവമാതാവ് ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. ഈ 27-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് മസ്കറ്റിലേക്ക് പുതിയ ജോലിയുമായി പോവുകയാണ്. രണ്ടാമതായി എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ ഡാഡിയുടെ പുകവലി ശീലമായിരുന്നു. 40 വർഷത്തിലേറെയായി ഡാഡിക്കുണ്ടായിരുന്ന ഒരു ദുശീലമാണ് പുകവലി. ഞാൻ സത്യം പറഞ്ഞാൽ അത് മാതാവിനെ പരീക്ഷിക്കാൻ എന്ന പോലെ ഞാൻ എഴുതിയ ഒരു നിയോഗമായിരുന്നു. ഡാഡി എന്ത് കണ്ടാലും ചെയ്യില്ല, ഡാഡിക്ക് ഡാഡിയുടേതായിട്ടൊരു തീരുമാനമുണ്ട്, നമ്മളാരും അങ്ങനെ പറയാറുമില്ല. എങ്കിലും ഞാൻ എഴുതി വെച്ചു, മാതാവേ എൻ്റെ ഡാഡിയുടെ പുകവലി മാറ്റിത്തരണമേന്ന്. ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാവരും തൈലം പൂശി കുരിശ് വരയ്ക്കുന്ന സമയത്ത് ഞാൻ ഡാഡിക്ക് എൻ്റെ മനസ്സിൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഡാഡിയുടെ നെറ്റിയിൽ തൈലം പുരട്ടി കുരിശ് വരയ്ക്കുമായിരുന്നു. ഇപ്പോൾ നിശേഷമായി 8 മാസമായിട്ട് പുകവലി എന്ന് പറഞ്ഞ ദുശീലം എൻ്റെ ഡാഡിക്കില്ല, ഇനി അത് ഉണ്ടാവുകയില്ല. മൂന്നാമതായി ഞങ്ങളുടെ കുഴൽക്കിണറിലെ വെള്ളത്തിന് വേനൽക്കാലം ആകുമ്പോൾ ഭയങ്കര പുളിപ്പും എന്തോ തരിതരിപ്പുമാണ്. സോഡാ വെള്ളം കുടിക്കുന്ന മാതിരിയാണ് വെള്ളത്തിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും വരുമ്പം ചോദിക്കും, ഇതിനെന്നാ പറ്റി വെള്ളം, ഇതിനെന്നാ പറ്റി, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കും. വെള്ളം തിളപ്പിക്കാതെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വാട്ടർ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പം വാട്ടർ ടെസ്റ്റിൽ വേറെ പ്രശ്നമൊന്നുമില്ല, വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വെള്ളം എപ്പോഴും ഭയങ്കര പുളിപ്പാണ്, ഒന്നിനും കൊള്ളത്തില്ല. തിളപ്പിക്കാതെ വെള്ളം ഒരു ചുമ്മാ പോലും വായിക്കൊള്ളാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ് വെള്ളം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈ ഉടമ്പടിയിലാണല്ലോ, അപ്പോൾ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പിട്ട് വെള്ളത്തിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്നേ വരെ വെള്ളത്തിന് യാതൊരു അരുചിയും വന്നിട്ടില്ല. വെള്ളം നല്ല നോർമലായി സാധാ വെള്ളം പോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് നിരവധി അലർജിയുടേതായിട്ടുള്ള രോഗങ്ങളുണ്ടായിരുന്നു. ഒരു 20 വർഷത്തിലേറെയായിട്ട് എൻ്റെ ശരീരം മുഴുവൻ ചൊറിച്ചിൽ എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ കഴിക്കാത്ത മരുന്നുകളോ ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി, നാട്ടുവൈദ്യം, ഇങ്ങനെ എന്തു വേണ്ട എനിക്കറിയില്ല, എന്തൊക്കെയോ മരുന്നുകൾ ഞാൻ കഴിക്കും. ഈ ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചൊരു സ്ഥലം ചൊറിയുകയല്ല ചെയ്യുന്നത്, ഓരോ സ്ഥലവും മാറി മാറി ചൊറിയുക. എൻ്റെ നഖം എന്തെങ്കിലും കൊണ്ടെങ്കിൽ മാത്രം ദേഹം പൊട്ടുകയുള്ളൂ. അവിടെ അല്ലെങ്കിൽ തിമിർത്ത് വരും, അത് കുറച്ച് നേരം കഴിയും, അത് കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് ഈ ചൊറിച്ചിലുണ്ടാവും. എനിക്ക് ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ ഓരോരോ ടെസ്റ്റുകൾ പറയും, ടെസ്റ്റ് എടുക്കും. അപ്പം അലർജി കൂടുതലാണെന്നുള്ളത് പറയും. അവരെന്തെങ്കിലും ടാബ്ലറ്റ് സെഡേഷൻ പോലത്തുള്ള സിട്രസിന്, ലിവോസിട്രസിന്, ഇങ്ങനെയുള്ള പല പല ടാബ്ലറ്റുകൾ വരും. ഞാനത് കഴിക്കും. എനിക്ക് അത് കഴിച്ച ചിലപ്പോൾ ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ അങ്ങനെ നിൽക്കും. ചിലപ്പോഴാണെങ്കിൽ ഇതിങ്ങനെ കൂടി എനിക്ക് ഒരു ദിവസം 5 സിട്രസിൻ വരെയൊക്കെ കഴിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. അതുപോലെ ഭക്ഷണ കാര്യങ്ങൾ പദ്യം നോക്കിയിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്താലും ഈ അസുഖം എനിക്ക്, ഈ ചൊറിച്ചിൽ എന്ന് പറഞ്ഞ അസുഖം എൻ്റെ ദേഹത്തു നിന്ന് വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഉടമ്പടി എടുത്ത അന്ന്
മുതൽ ഞാൻ സ്വന്തമായിട്ട്, അതായത് എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ തോന്നുന്നു ഇന്ന് മുതൽ ടാബ്ലറ്റ് ഒന്നും എടുക്കണ്ട എന്ന് തോന്നി. ഞാൻ ആ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഓഗസ്റ്റ് 20 വൈകിട്ട്, ഞങ്ങൾ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്, അവിടെ ചെന്നപ്പം രാത്രിയായി. അന്ന് വൈകിട്ട് ഞാൻ ടാബ്ലറ്റ് ഒന്നും ഉപയോഗിക്കാതെയായി. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ചൊറിച്ചിൽ എന്ന് പറഞ്ഞൊരു അസുഖമോ അതിനുവേണ്ടി ഒരു ടാബ്ലറ്റോ ഞാൻ ഇതുവരെയും എടുത്തിട്ടില്ല. എൻ്റെ കാലിന് 1.5 വർഷത്തോളമായി സെല്ലുലൈറ്റീസ് എന്ന് പറഞ്ഞ രോഗമായിരുന്നു. അതിൽ ആദ്യം നമുക്ക് അറിയില്ലായിരുന്നു ഇതെന്ത് അസുഖമാണ്, എന്താണിതെന്ന്. കാലെല്ലാം നീര് വെച്ച് പൊട്ടി പഴുത്ത് വ്രണമായിട്ട് ഒഴുകി വല്ലാത്ത നീരും വേദനയുമായിരുന്നു ഇടത് കാലിൻ്റെ താഴ്ത്തോട്ട്. അപ്പോൾ ആദ്യം പല സ്ഥലത്ത് കൊണ്ടുപോയി എന്തെങ്കിലും കടിച്ചതായിരിക്കും, എട്ടുകാലി കടിച്ചതായിരിക്കും, അങ്ങനെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്. പിന്നെ സോറിയാസിസ് ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ പല രോഗങ്ങളും വേദന കാരണം നിൽക്കത്തുമില്ല. അങ്ങനെ നമ്മൾ രാജഗിരി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മളോട് പറയുന്നത് ഇത് സെല്ലുലൈറ്റീസ് ആണ്, ഇതും അതിന് നമുക്ക് മരുന്നൊക്കെ തന്നു. എങ്കിലും യാതൊരു കുറവോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം 5:30 പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാ ദിവസവും എൻ്റെ കാലിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി പുരട്ടുമായിരുന്നു. എൻ്റെ കാലിൻ്റെ അസുഖം നിശേഷം മാറി. ഇപ്പം ജസ്റ്റ് ഒരു പാട് മാത്രമേ കാലിയുള്ളൂ. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഈ 27-ാം തീയതി ഞാൻ മസ്കറ്റിലേക്ക് പോവുകയാണ്. അച്ഛനെ കണ്ട് ഇപ്പം ബ്ലെസ്സിങ് മേടിച്ചതേ ഉള്ളൂ. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയോട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത്, ഇവിടുന്ന് കൊണ്ടുവന്ന് ഞങ്ങളൊരു 100 പത്രത്തോളം മേടിച്ചുകൊണ്ട് പോകും. അതിനുശേഷം അത് ഓരോ ഞങ്ങൾ നെടുങ്കണ്ടത്തു നിന്ന് നമ്മുടെ നടന്നു പോകുന്ന അകലെ ഒരു 5-6 കിലോമീറ്റർ ദൂരത്തേക്ക് നടന്നു പോയി ഓരോ വീടുകളിലും കയറി പത്രങ്ങൾ, ഞങ്ങളുടെ സാക്ഷികൾ പറഞ്ഞ് ഞങ്ങൾ പത്രങ്ങൾ കൊടുക്കും. പിന്നെ കട്ടപ്പന ടൗണിൽ ബസ്സിന് പോയിട്ട് അവിടെയും പത്രങ്ങളെല്ലാം വിതരണം ചെയ്യും. എല്ലാ പത്രങ്ങളും കൊടുക്കുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അമ്മ പറയും എടി പ്രാർത്ഥിച്ചിട്ടിറങ്ങുക എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ കൊടുക്കും. ചിലരൊക്കെ വേണ്ട അല്ലെങ്കിൽ കിട്ടി എന്ന് പറയും, അങ്ങനെയുള്ളവർക്ക് കൊടുക്കത്തില്ല. പ്രാർത്ഥിക്കുമ്പോൾ എന്നും പത്രം കൊടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ ഇത് മേടിക്കുന്ന ആൾക്ക് ഇത് മൂലം അനുഗ്രഹം ഉണ്ടാവേണമെന്ന്. പിന്നെ ഞങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോകും, രോഗികളെ കാണും, നമുക്ക് അവർക്ക് പറ്റുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ നമ്മുടെ അടുത്ത് നെടുങ്കണ്ടത്ത് ആകാശപ്പറവയിലും രോഗികൾക്കും സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയും മോളെ ഇന്നത് വേണം അല്ല ഇന്നതില്ല എന്ന് പറയുന്ന അനുസരിച്ച്, കാരണം അതേ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് എന്താണോ ആവശ്യം അത് സിസ്റ്റർ പറയും, അത് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ വസ്ത്രങ്ങൾ, കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളെല്ലാം ഞങ്ങൾ റെഡിയാക്കി കൊടുക്കാറുണ്ട്. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചകളും കേൾക്കുകയും എനിക്ക് ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ 2 ദിവസം കൊണ്ടാണ് ഉടമ്പടി ധ്യാനം രാവിലെ എണീറ്റ് അടുക്കള ജോലിയുടെ കൂടെയാണ് കേട്ട് തീർക്കുന്നത്. അതപ്പം തന്നെ ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യും. ഞാൻ 2 ദിവസം കൊണ്ട് അത് വീട്ടിലെല്ലാവരും കൂടെ ഒന്നിച്ചാണ്, അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ പിള്ളേരും കൂടെ എല്ലാവരും കൂടെ കേട്ടാണ് ഉടമ്പടി ധ്യാനം അത് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യും. ഡെയിലി ബ്രെഡ് പ്രാർത്ഥന എല്ലാ ദിവസവും അച്ഛൻ്റെ കൂടെ കൂടും. ഓരോ ദിവസവും നിയോഗങ്ങൾ വെച്ച് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയും 5:30 അതും എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യും. പിന്നെ എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും തന്നെ ഞാൻ ഈ പ്രാർത്ഥനകളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. ആഴ്ചയിൽ ഞാൻ 3 ദിവസം ഫാസ്റ്റിംഗ് ആണ്. പിന്നെ ആയിട്ടാണെങ്കിലും നമുക്ക് ആത്മീയമായിട്ടുള്ള വളർച്ചയെന്ന് പറഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും, പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വചനങ്ങളെ ചൊല്ലി പഠിപ്പിക്കാൻ തുടങ്ങി. അവർക്ക് വചനങ്ങൾ എഴുതി കൊടുക്കുകയും ആ വചനങ്ങൾ അവരെ കൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യും. എൻ്റെ മോൻ ഇനി 2 പേരുണ്ട്. ഒന്ന് എൻ്റെ ബ്രദറിൻ്റെ മോളും ഒന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ മോളുമാണ്. അവരും എൻ്റെ കൂടെ തന്നെയാണ്. അവർ കുഞ്ഞുങ്ങളായതുകൊണ്ടും രാത്രിയിൽ വരാൻ പറ്റത്തില്ലാത്തതുകൊണ്ടുമാണ് അവരെ കൊണ്ടുവരാൻ ഇരുന്നത്. അവർക്കിപ്പം വചനങ്ങളെല്ലാം ചൊല്ലി പറയാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നന്നായിട്ട് അറിയാം. ഇത്രയും മാത്രം ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലിറ്റി. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത ഉണ്ണിമിശിഹ ദേവാലയം പുത്തമേലിക്കയിൽ നിന്ന് വരുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2022 നവംബർ മാസത്തിലാണ്. അന്നു മുതൽ എനിക്ക് മാതാവ് തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. ഞാനിവിടെ 2 സാക്ഷ്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി ഞാൻ ഉടമ്പടി നിയോഗത്തിൽ 2ാമത്തെ നിയോഗമായി വെച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡിന് വിദേശത്തേക്ക് പോകാൻ ഒരു ജോലിക്ക് വേണ്ടിയായിരുന്നു. ഒത്തിരി തവണ ട്രൈ ചെയ്തു, പക്ഷേ നടന്നില്ല. ഏജൻറ്റ് പറഞ്ഞു ഹസ്ബൻഡിന് എന്തായാലും ഇനി പോകാൻ നോക്കണ്ട, കാരണം സാധാ ഡ്രൈവറാണ്, ഹെവി ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു മോളുടെ പേപ്പർ വെക്കി എന്ന് പറഞ്ഞു. അങ്ങനെ വിദേശത്തേക്ക് പോകാൻ എനിക്ക് വേണ്ടി ഏജൻറ്റ് പേപ്പർ വർക്കുകൾ തുടങ്ങി. 3 പ്രാവശ്യം എനിക്ക് റിജക്ഷൻ വന്നു. എനിക്ക് വേണ്ടി നോക്കിയത് ഓൾഡ് ഏജ് ഹോം, ഡേ കെയർ എന്നീ സ്ഥലങ്ങളിലേക്കാണ് നോക്കിയത്. പക്ഷേ റിജക്ഷൻ വന്നു.
അത് കഴിഞ്ഞപ്പോൾ എന്നോട് ഏജൻറ്റ് പറഞ്ഞു, ഇനി കുറച്ച് നാളത്തേക്ക് പേപ്പർ വർക്കുകളൊന്നും നടത്തേണ്ട, ഇനിയും വെച്ചാൽ ഇങ്ങനെ തന്നെ റിജക്ഷൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ഇന്നേ വരെ വെച്ച ഉടമ്പടി നിയോഗത്തിൽ 2ാമത്തെ ഉടമ്പടിയാണിതെന്നും അത് അമ്മ തന്നെ എനിക്ക് ആവശ്യമായ സമയത്ത് എനിക്കത് നല്ലതിനാണെങ്കിൽ മാത്രമേ എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വഴി വിദേശത്തേക്ക് പോകാൻ വേറൊരു വഴി കിട്ടി. അങ്ങനെ അതിൻ്റെ പേപ്പർ വർക്കുകൾ നടക്കുകയായിരുന്നു. അതിനകത്ത് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എൻ്റെ മാതാപിതാക്കളുടെ പേര് വളരെ വ്യത്യസ്തമായാണ് കിടന്നത്. എൻ്റെ SLC ബുക്കിലെ പോലെയല്ല. അത് ശരിയാക്കിയാൽ മാത്രമേ എനിക്ക് പുറം രാജ്യത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഞാൻ അത് ശരിയാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ അടുത്ത സാറിനോട് പറഞ്ഞു. അവിടെ പോയി ആ സാർ എന്നോട് പറഞ്ഞു, മാതാപിതാക്കളുടെ പേര് തെളിയിക്കുന്ന രേഖകൾ സ്കൂളിൽ നിന്ന് വാങ്ങണമെന്ന് പറഞ്ഞു. പക്ഷെ അത് ലഭിച്ചില്ല. കാരണം അപ്പച്ചൻ മരിച്ചു പോയി. പിന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റുകളൊന്നുമില്ല. അങ്ങനെ ഞാൻ ആ സാറിനോട് പറഞ്ഞു, സാറേ ഇതുമൂലം എനിക്ക് പോകാൻ ഒരു അവസരം കിട്ടൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, നമുക്കൊന്നും പറയാൻ പറ്റില്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് ശരിയാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സാറിനോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യ്, SLC ബുക്കിലെ പോലെ മോൾ അത് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എൻ്റെ SLC ബുക്കിൽ എന്താണ് എൻ്റെ മാതാപിതാക്കളുടെ പേര് അതുപോലെ ഞാൻ ആ അപേക്ഷയിൽ എഴുതി. ഞാൻ ആ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ കൃപാസന അമ്മയോട് പറഞ്ഞു, അമ്മയുടെ കൃപയാലാണ് ഈ പേരുകൾ വ്യത്യസ്തപ്പെടുത്തി എനിക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അതിനകത്ത് എൻ്റെ കാശുരൂപം വെച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ അപേക്ഷ ആ സാറിന് കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഞാൻ എന്തോ ആഗ്രഹിച്ച് അതുപോലെ തന്നെ എൻ്റെ SLC ബുക്കിലെ പോലെ തന്നെ എൻ്റെ മാതാപിതാക്കളുടെ പേര് എനിക്ക് ശരിയായി കിട്ടി. പിന്നെ എനിക്ക് പോകുന്നതിന് ഒത്തിരി പൈസയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. ആ പൈസകൾ അമ്മ എനിക്ക് ആ ഏജൻറ്റ് പറയുന്ന സമയത്ത് തന്നെ തരാൻ വേണ്ടി ഒത്തിരി പേരെ എനിക്ക് നൽകി അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് അതിനുള്ള വരുമാനമൊന്നുമില്ല, പക്ഷെ അമ്മയുടെ കൃപയാലാണ് അത് നടന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. അതുപോലെ തന്നെ എനിക്ക് ഈ ഉടമ്പടിയിൽ 8ാമത്തെ എൻ്റെ ഉടമ്പടി പുതുക്കലായിരുന്നു. ഈ ഉടമ്പടിയുടെ 50ാമത്തെ ദിവസം എനിക്ക് വിസ നൽകി പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു. ഇന്ന് ഞാൻ ഇസ്രായേൽ കെയർ ടേക്കറായി ഞാൻ പോവാൻ വേണ്ടി എനിക്ക് കൃപാസന മാതാവ് വിസ നൽകി അനുഗ്രഹിച്ചു. അമ്മയ്ക്ക് ഒത്തിരി നന്ദി. ഇതുപോലെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം എനിക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു സാക്ഷ്യം പറയാനുള്ളത്, എനിക്ക് ലഭിച്ച രോഗസൗഖ്യമാണ്. 2024 എനിക്ക് ശരീരത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. തലകറക്കം, ശരീരം കൈകാല് വേദനകൾ, അതുപോലെ തന്നെ എന്തോ ഇല്ലാത്ത ഭയങ്കര വിഷമങ്ങൾ. ഞാൻ അങ്ങനെ അടുത്ത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യ്, കാരണം ബ്ലഡിൻ്റെ എന്തെങ്കിലും കുറവ് കൊണ്ടായിരിക്കും അങ്ങനെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു. ഞാൻ ബ്ലഡ് പോയി ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ HP 9 ആയിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, കുറച്ചും കൂടി HP വേണം, അതാണ് ഇങ്ങനെ പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ക്ഷീണം വന്ന് ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടണേ എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടർ എനിക്ക് തന്ന ഗുളികകളും കൊണ്ട്, അയൺ ഗുളികകളും കൊണ്ട് വീട്ടിൽ വന്നു. 3-4 ദിവസം ഞാൻ ആ ഗുളിക കഴിച്ചു. പക്ഷേ അതിനൊരു മാറ്റവും ഉണ്ടായില്ല. അതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഭയങ്കര വിഷമങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെയും പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ, എനിക്ക് ഗുളിക കഴിച്ചിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ കൂടുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ചിലവർക്ക് അയൺ ഗുളിക കഴിക്കുമ്പോൾ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടറിന് സിറപ്പൊന്നും കഴിച്ചിട്ട് ഇനി കാര്യമില്ല, നമുക്ക് വേണമെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യാം ബ്ലഡ് വെക്കാനെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ ഭക്ഷണങ്ങൾ കഴിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അമ്മേനോട് പറഞ്ഞു, എൻ്റെ അമ്മേ, എന്തോരം ഭക്ഷണം കഴിച്ചിട്ടാണ് എനിക്ക് ബ്ലഡ് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അമ്മ എന്നെ എനിക്കൊരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ എന്ന് അച്ഛൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ എൻ്റെ നാവിൽ അമ്മയുടെ തൈലം തൊട്ട് കുരിശ് വരച്ചും ഉപ്പിട്ട് വെള്ളം കുടിച്ച് ഞാൻ പോകുമായിരുന്നു. അങ്ങനെ ഒത്തിരി നാളങ്ങനെ മുന്നോട്ട് പോയി. ഒരു ദിവസം ആശാ വർക്കർ എന്നെ വിളിച്ച് പറഞ്ഞു, ലിറ്റി ഇവിടെ HB ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, ലിറ്റി ഒന്ന് വന്ന് HB ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് HB ചെക്ക് ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിന് കൂടുതൽ അമ്മ എനിക്ക് HB 12 കൂടുതൽ HB എനിക്ക് അനുഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ പ്രഷറും എല്ലാവരും നോർമലാക്കി എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഇന്നേ വരെ എനിക്ക് ആ ബുദ്ധിമുട്ടുകൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും നന്മകൾ നൽകി അനുഗ്രഹിച്ച എൻ്റെ കൃപാസന മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെയുള്ള വയസ്സായ അമ്മമാരെ കുളിപ്പിക്കും, അവരുടേതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും.
പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന കൃപാസന പേപ്പർ ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിൽ പോയി കൊണ്ടു കൊടുക്കും. പിന്നെ ഞാൻ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ കൊണ്ടു കൊടുക്കും. ഞാൻ പോകുമ്പോൾ അടുത്തുള്ള വീടുകളിൽ പോകുമ്പോൾ എൻ്റെ മകനെയും കൊണ്ടുപോകും. കാരണം അവനും നമ്മുടെ പാതയിലൂടെ വരണമെന്ന് വിചാരിച്ചിട്ട് അവനും ഒത്തിരി സന്തോഷമാണ്, എൻ്റെ കൂടെ വരും. അങ്ങനെ പിന്നെ ഞാൻ ഒത്തിരി ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഒക്ടോബർ മാസം ഞാൻ ഈ ഉടമ്പടി എടുത്തപ്പോൾ തുടങ്ങി ഒക്ടോബർ മാസം ഞാൻ നൊയമ്പെടുത്ത് ജപമാല ചൊല്ലും. അങ്ങനെ എൻ്റെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഓരോ പേപ്പർ വർക്കുകൾ നീങ്ങാണ്ടാവുമ്പോൾ ഞാൻ ഒരു 50 ജപമാല ചെല്ലാൻ വേണ്ടി നേരും. എന്നിട്ട് ഞാൻ അതിന് വേണ്ടി നൊയമ്പെടുക്കും. അങ്ങനെയാണ് ജപമാലകൾ, ഒത്തിരി ജപമാല ചൊല്ലും. ജപമാല ചെല്ലുന്നത് ഞാൻ നടന്നു പോകുമ്പോൾ മാത്രമേ ജപമാല ചെല്ലുള്ളൂ. വീട്ടിൽ ചെല്ലുമ്പോൾ മുട്ടുകുത്തി കൈ വിരിച്ച് ഞാൻ എപ്പോഴും ജപമാല ചെല്ലും. ഒത്തിരി ജപമാല ചെല്ലിയോടുകൂടി എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടുന്ന് മാതാവ് നൽകിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി എന്നെയും എൻ്റെ കുടുംബത്തെയും മാതാവ് അനുഗ്രഹിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു.